ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അടിപൊളി ഒരു വെറൈറ്റി റൈസ് റെസിപ്പി കണ്ടാലോ. സിംഗപ്പൂർ റൈസ് ഉണ്ടാക്കാനും എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ പ്ലെയിൻ റൈസാണ് കൊടുക്കുന്നത്, ബാസ്മതി റൈസ്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ബാസ്മതി റൈസ് ഒരു 20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് സെറ്റായി. ഇത് കുറേ ലെയേഴ്സ് ആണെങ്കിലും എല്ലാം സിമ്പിൾ സ്റ്റെപ്സാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് റൈസ് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമുക്കൊരു വെജ് സ്പെഗറ്റി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്പെഗറ്റി വേവിച്ചെടുക്കണം. സ്പെഗറ്റി ഇല്ലെങ്കിൽ പ്ലെയിൻ നൂഡിൽസ് ആയാലും എടുത്താൽ മതി. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് സ്പെഗറ്റി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് യൂസ് ചെയ്തത്. അതിങ്ങനെ വെച്ച് കൊടുത്താൽ അത് വേവുന്നതിനനുസരിച്ചിട്ട് താഴോട്ടേക്ക് പോയിട്ട് മൊത്തമായിട്ട് വെള്ളത്തിലേക്ക് വരും. ഇങ്ങനെ സ്പെഗറ്റി വേവിച്ചിട്ട് ഇത് നമുക്കൊരു വെജ് സ്പെഗറ്റി ആയിട്ട് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി സ്പെഗറ്റി വെന്ത് കഴിഞ്ഞാൽ അത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുക്കാം. അഥവാ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. സ്പ്രിംഗ് ഓണിയനോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അത് ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് സോട്ട് എടുത്താൽ മതി. നല്ലോണം വെന്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റും ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കും പിന്നെ കുറച്ച് കാബേജും അത് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കൂടെ എടുക്കാം. ഇനി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. നൂഡിൽസ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെജിറ്റബിൾസിൻ്റെ ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് കൊടുക്കണം. സോയാ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഉപ്പുള്ള സോയാ സോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കൂടിപ്പോവും. ഞാനിപ്പോൾ എടുക്കുന്നത് ലൈറ്റ് സോയാ സോസ് ആണ് 2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തത്. അത് നിങ്ങൾ നല്ല തിക്കായിട്ടുള്ള സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഒന്നും കൂടി 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച് നൂഡിൽസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസും ഈ നൂഡിൽസും എല്ലാം ഒന്ന് മിക്സ് ആകുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു ഗ്രീൻ പാർട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് കൂടി ഇട്ട് കൊടുക്കണം. അത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ സെക്കൻഡ് ലെയറും റെഡിയായി. ഫസ്റ്റ് ലെയർ റൈസും സെക്കൻഡ് ലെയർ വെജ് നൂഡിൽസും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു മാറ്റി വെക്കാം. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് ഒരു ചിക്കൻ്റെ ഒരു സോസ് റെഡിയാക്കി എടുക്കണം. ചിക്കൻ സോസൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു സോസ് റെഡിയാക്കി എടുക്കണം. ഇനി അത് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വീഡിയോൻ്റെ ഓൺ ചെയ്യാൻ വിട്ടുപോയി. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ച് അധികം വേണ്ടി വരും. 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ട് ഒരു 250 അല്ലെങ്കിൽ 300 ഗ്രാം ചിക്കൻ നിങ്ങളെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി വന്നിട്ട് അതിലാവശ്യമായ ഉപ്പും കുറച്ച് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ്. എടുത്ത ശേഷം അതിലേക്ക് നമുക്കിനി കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 5 ടേബിൾ സ്പൂൺ മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കണം.
ഞാൻ സോസെല്ലാം മിക്സ് ചെയ്തിട്ട് ലിഡ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ചിക്കൻ കുക്കാകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സോസും എല്ലാം തമ്മിലുള്ള ഒരു തേർഡ് ലെയർ നമുക്ക് റെഡിയായി. അപ്പോൾ നമ്മൾ 3 ലെയർ റെഡിയാക്കി. ഇനി ഒരു സോസും കൂടി നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മയോണൈസ് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയാലും അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ബോർഡ് ആയാലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് മയോണൈസിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ ഹോട്ട് സോസ് അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് രണ്ടായാലും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മസ്റ്റർഡ് സോസ് ഉണ്ടെങ്കിൽ അതും കൂടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒരു രീതിയിൽ അസംബിൾ ചെയ്യണം. അത് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ റൈസ് പ്ലെയിനായിട്ട് വേവിച്ചെടുത്ത് ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കുറച്ച് കൂടുതലും നൂഡിൽസ് കുറച്ച് കുറവുമായിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള റൈസ് ഫസ്റ്റ് ലെയറായിട്ട് നല്ല ചൂട് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് സോസ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സോസും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഞാൻ അതിന് റൈസിൻ്റെ മേലിലേക്ക് കുറച്ച് സോസും കൂടി ഇങ്ങനെ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ നല്ല രസം. നമ്മൾ പാർട്ടിയിലൊക്കെ ഇങ്ങനെ വിളമ്പുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. എപ്പോഴും ബിരിയാണിയും മന്തിയൊക്കെ വിളമ്പുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വെച്ചാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മേലിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വെജ് സ്പെഗറ്റി അതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് റൈസിനേക്കാൾ കുറച്ച് കുറവായിട്ട് നൂഡിൽസ് വെച്ചാൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം. നമ്മൾ എപ്പോഴും നോർമൽ ഒരു നമ്മൾ നാടൻ ടേസ്റ്റ് ഇഷ്ടമാകുന്നവർക്ക് അത്ര ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ വെറൈറ്റി കഴിക്കാനും കുറച്ച് ഫ്യൂഷൻ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ലെയറായിട്ട് നമുക്ക് ആ ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ചിക്കനും ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ ആക്കി റെഡിയാക്കി വെച്ച് ആ ചിക്കനും കൂടി അതിൻ്റെ മേലയിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ കുറച്ച് കൂടുതൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ റൈസും നൂഡിൽസും ചിക്കനെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനും കൂടി ചിക്കനും ആവശ്യത്തിന് വെച്ച ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും കുറച്ചും കൂടി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുത്താൽ ഭയങ്കര കാണാൻ അടിപൊളി ലുക്കാണ്. ഇത് ഭയങ്കര അട്രാക്റ്റീവ് കാണാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയിലൊക്കെ വിളമ്പിയാൽ അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.